ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ സൺഡേ അച്ഛൻ ഞങ്ങൾക്ക് ബോച്ചയുടെ ടോഡി പബ്ബിലോട്ട് പോയി. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു അമേസിങ് വ്യൂവിലുള്ള ഈ പബ്ബ് ലൊക്കേറ്റ് ചെയ്യുന്നത് നായരമ്പലം പഞ്ചായത്താണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് 16 കിലോമീറ്റർ ദൂരെയായിരുന്നു. അവിടെ ഫിഷിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വളരെ ഉത്സാഹത്തോടെയാണ് അങ്ങോട്ട് പോയത്. പോകുന്ന വഴിക്ക് ഇതേ അവിടെ പട്ടി കിടക്കുന്നു. ഞങ്ങൾ നേരെ വന്ന് ഒരു 2 മിനിറ്റ് നോക്കി. പിന്നെ അച്ഛൻ അത് കടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുത്തു. ഇതാണ് പബ്ബിലോട്ടുള്ള ഒരു എൻട്രൻസ്. അവിടെ ക്യൂട്ട് റാബിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനൊന്ന് കളിപ്പിച്ചു. ഇതവിടെ കണ്ടൊരു ബോച്ചയുടെ സ്റ്റാച്ചു. നേരെ ഞങ്ങൾ പോയത് മീൻ പിടിക്കാനാണ്, ഫിഷിങ്ങിനാണ്. അതിൽ ഞാൻ ഒന്നും പിടിച്ചില്ലെങ്കിലും അമ്മ ആദ്യത്തെ ഒരു ഗോൾ എടുത്തു. അത് കണ്ട് കുഞ്ഞാപ്പയ്ക്ക് നല്ല ഉത്സാഹം വന്നിട്ട് അവള് ഒറ്റയടിക്ക് 3 എണ്ണം തന്നെ പിടിച്ചു. ഞാൻ തന്നെ വീട്ടിൽ അവൾ എങ്ങനെ ഇത്ര രസമായിട്ട് പിടിക്കണേ. ജസ്റ്റ് അവളുടെ ഓരോ ട്രൈസിലും കിട്ടുന്ന മീനാണ്. എല്ലാ ട്രൈസിലും ആണെങ്കിലും ചില ട്രൈസിൽ എന്തായാലും കിട്ടും. പക്ഷെ ഞാൻ എത്ര ട്രൈ ചെയ്താലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അമ്മയുടെ ഒരു ആദ്യത്തെ ഒരു മീൻ കാരണം അവൾക്ക് നന്നായിട്ട് ഇൻസ്പയർഡ് ആയി. അപ്പൊ അവള് 3 എണ്ണമാണ് പിടിച്ചേക്കുന്നത്. അമ്മയും ഞാനും അച്ഛനും എല്ലാവരും സർപ്രൈസ്ഡ് ആയിപ്പോയി. ഇതാണ് കുഞ്ഞാപ്പി ഇൻസ്പയർഡ് ആയ ആ ഒരു മീൻ. ഞാനും കുറെ ഇൻസ്പയർഡ് ഒക്കെ ആയിരുന്നു, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. എന്തോ ഭാഗ്യം കുഞ്ഞാപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഈ ചേട്ടൻ വളരെ കെയർഫുൾ ആയിട്ട് ആ മീനിനെ എടുക്കും. അറ്റ്ലീസ്റ്റ് 100 ഗ്രാം വേണം അത് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് തിരിച്ചിടും. ഇതാണ് കുഞ്ഞാപ്പി പിടിച്ച ഫിഷ് നമ്പർ 1. അവളും അമ്മയും പിടിച്ചു തരും. ബാക്കി എല്ലാ സംഭവങ്ങളും വെയിറ്റ് നോക്കുന്നതും ബാക്കി പിടിക്കുന്നതും ഒക്കെ ഞാനും അച്ഛനും കൂടെയാണ്. ചൂണ്ടയിട്ടും ഫിഷിനെ കിട്ടാതെ ചമ്മി നിൽക്കുന്ന എന്നെ കണ്ടില്ലേ. രണ്ടാമത്തെ ഫിഷ് കിട്ടിയപ്പോൾ കുഞ്ഞാപ്പിയും ഞങ്ങളെല്ലാവരും നല്ല എക്സൈറ്റഡ് ആയി. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞായിരുന്നു വെരി ഡിഫിക്കൽട്ടാണ് ഫിഷിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തു ഞങ്ങൾക്ക് 3 ഫിഷ് എല്ലാവരും എന്തായാലും കൂടെ കൂട്ടിയിട്ട് 3 ഫിഷിനെ കിട്ടുന്ന പറഞ്ഞപ്പോൾ ഈ ചേച്ചി വെരി ലക്കി എന്നൊക്കെ പറഞ്ഞായിരുന്നു. 3ാമത്തെ ഫിഷ് കുഞ്ഞാപ്പിക്ക് കിട്ടിയിട്ടോ. പക്ഷേ 4 എണ്ണത്തിനും വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കരിമീൻ മേടിച്ച് തന്നെ കഴിക്കേണ്ടി വന്നു. ഇതാണ് പബ്ബ്. ഇതിൽ ഫുഡും ടേബിളും മാത്രമല്ല DJയും പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗെയിംസും ഉണ്ടായിരുന്നു കേട്ടോ. ചൂണ്ടിട്ട് പിടിച്ച മീനൊന്നും ഫ്രൈ ചെയ്ത് കിട്ടാത്തതിന് അച്ഛൻ ഫസ്റ്റ് തന്നെ കരിമീൻ പൊള്ളിച്ചാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ പിസയും ആയിട്ട് വേറെ കുറേയൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അവിടെ ഒരു വലിയ സ്ക്രീനിൽ ബോച്ചയുടെ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് അവൾ പറയുന്നതാണ് കേട്ടോ ഇത്. സെഷ്വാൻ സോസ് എന്ന് പറഞ്ഞൊരു ഡിഷായിരുന്നു. ഇതിൽ എല്ലാ ഫിഷ് ഇൻഗ്രീഡിയൻസും വരുന്നുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു. എനിക്ക് അതിലെ ചെമ്മീനൊക്കെ കഴിച്ചപ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് ഒക്കെ തോന്നിയായിരുന്നു. പിന്നെ
പിന്നെ അതിൽ ക്രാബും ഉൾപ്പെടെയുള്ള എല്ലാ ഫിഷസും ഇതിൽ അവൈലബിൾ ആണ്. പല്ലില്ല, ഇവിടെ ഒരു ക്രാബ് കഴിക്കണം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ പിസ്സ. നോർമൽ കിട്ടുന്ന പിസ്സേനെക്കാട്ടും നല്ല ടേസ്റ്റി ആയിരുന്നു ഇത്. ഭയങ്കര നല്ല ചീസ് പൊള്ളും, പിന്നെ സൈഡ്സ് ഒക്കെ നല്ല ക്രഞ്ചി ആയിരുന്നു. ഇതാണ് മീൻ പൊള്ളിച്ചത്, കരിമീൻ പൊള്ളിച്ചത്. ഒരു സ്വീറ്റ് ആവാൻ ഞങ്ങൾ ഒരു ഷേക്ക് അടിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിച്ചതൊക്കെ ദഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഗെയിം കളിച്ചു. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിച്ചു. പിന്നെ അച്ഛനും അമ്മയും എല്ലാരും കൂടെ വന്നായിരുന്നു. ഇത് ആദ്യം ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് ഞങ്ങൾ ഒരു ചേട്ടൻ വന്നിട്ട് ആ ബോൾ എടുത്ത് കാണിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് എന്ത് ഗെയിമാണെന്ന് മനസ്സിലായത്. ഇതാണ് ഹൂല ഹൂപ്പ്. ഇവർക്ക് നന്നായിട്ട് അറിയാം, എനിക്കും അറിയാം, പക്ഷെ ലോങ് ടൈംസ് എനിക്ക് പറ്റൂല. ഇതാണ് ബില്ലിയാർഡ് ടേബിൾ ഗെയിം. ഇത് ഞങ്ങൾക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. ആദ്യം അറിയുന്നത് വൈറ്റ് വെച്ചിട്ട് ബാക്കിയുള്ളത് അടിച്ചിട്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ ഇടണമെന്നായിരുന്നു. പക്ഷെ അത് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ, ഇത് ആദ്യം മറ്റേ ട്രയാങ്കിളാണ് വെക്കേണ്ടതെന്നൊന്നും അറിയില്ല. പിന്നെ പതിയെ ഞങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങി. പക്ഷെ ഈ ഗെയിം ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഇവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഞങ്ങൾ ഇത് മനസ്സിലാക്കി കളിച്ചു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അച്ഛനും അമ്മയും ഞാനും കൂടെ ഫസ്റ്റ് കളിച്ച ഗെയിം കളിച്ചു. ഇതൊരു ഫുട്ബോൾ പോലെയാണ്, പക്ഷെ നല്ല ഫണ്ണുമാണ്. എപ്പോഴും ഞാനും അച്ഛനായിരുന്നു ജയിക്കുമ്പോൾ ഞങ്ങൾ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ടാവും. അമ്മയും കുഞ്ഞാപ്പിയും നല്ല ഹാർഡ് വർക്ക് ആയിട്ട് കളിക്കും. പക്ഷെ ഞങ്ങൾക്കാണ് എപ്പോഴും പോയിന്റ് കിട്ടുന്നത്. അവർക്കും കിട്ടാറൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തേക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു റൗണ്ട് ഓഫ് ഹൂല ഹൂപ്പ് കളിച്ചു കേട്ടോ. ഇത് അവളുടെ സ്ഥിരം പരിപാടിയാണ്. യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ. ഈ പപ്പിന്റെ കളിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഒരു പില്ലോ ഫൈറ്റ് ആയിരുന്നു. പില്ലോ അല്ല, ടോയ്സ് ഫൈറ്റ്. അവിടെ കുറേ ടോയ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അത് വെച്ച് അടിച്ചടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ അവിടെ ഒരു പാർക്ക് കണ്ടു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ പാർക്കിൽ കളിച്ചു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കളിച്ചത് ട്രാംബലീനും മങ്കി ബാച്ചൊക്കെയാണ്. ട്രാംബലീനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങളൊരു കുൽഫിയും കൂടെ മേടിച്ചു. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.